ഹലോ എവരിവൺ, എറൈസ് കോളേജിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചരിത്രത്തിലെ ഹിസ്റ്ററിയുടെ 19ാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്. പോപ്പുലർ റെസിസ്റ്റൻസ് ടു കമ്പനി റൂൾ, ജനകീയ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ എതിർത്ത് നിൽപ്പുകൾ എന്തിനെതിരെ? കമ്പനി റൂൾ, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ എതിർപ്പ് അല്ലെങ്കിൽ അവരുടെ എതിർത്ത് നിൽപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് ആധിപത്യം സൃഷ്ടിച്ച് ഇന്ത്യക്കാരെ വെച്ച് ഭരിക്കുമ്പോൾ ഒരുപാട് വർഷകാലം ഇന്ത്യക്കാരെ ഭരിച്ചതായിരുന്നു ബ്രിട്ടീഷ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം. അങ്ങനെ ഇവർ ഭരിക്കുമ്പോൾ ഇതിനെതിരെ വന്ന പ്രക്ഷോഭങ്ങൾ, ഇതിനെതിരെ വന്ന വോയിസുകള്, ശബ്ദങ്ങള്, ഇതെല്ലാമാണ് നമ്മളൊരു വിപ്ലവമായിട്ട് അല്ലെങ്കിൽ റിവോൾട്ട് ആയിട്ടൊക്കെ കാണുന്നത്. അപ്പൊ നമുക്കിവിടെ റിവോൾട്ട് സംഭവിച്ചത് 1857 കാണാൻ സാധിക്കും. 1857 വിപ്ലവത്തെ കുറിച്ചിട്ടാണ് ഈ ചെറുത്തുനിൽപ്പിനെ നമ്മളിവിടെ വ്യാഖ്യാനിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു പാഠത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എപ്പോഴും റിവോൾട്ട് ഓഫ് 1850s 1857 നടന്ന വിപ്ലവം, അതിനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് വിപ്ലവം നടത്തിയത്, എന്തൊക്കെയായിരുന്നു ഉദ്ദേശങ്ങൾ, എന്തൊക്കെയാണ് ആ വിപ്ലവത്തിന്റെ ഫലങ്ങൾ, അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മക്കളെ, ഇന്ന് ഈ ഒരു പാഠത്തിൽ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ ടോപ്പിക്, റിവോൾട്ട് ഓഫ് 1850s ആണ്. 1857 വിപ്ലവം. ഈ വിപ്ലവം വന്നത് എന്തിനാ? ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെതിരെ. ആ വിപ്ലവം വന്നു തുടങ്ങിയപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ ഇത്രയും കാര്യങ്ങൾ, വളരെ വലിയ വലിയ ടോപ്പിക്കുകളെ ഞാൻ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതെനിക്ക് ഫുള്ളായിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങളെ മനസ്സിൽ നിന്നാൽ മതി. അതാണ് പരീക്ഷയ്ക്ക് നമുക്ക് വേണ്ടത്. ഇതെല്ലാം ഓരോന്നിലും പോയിട്ട് കാണാപ്പാഠം പഠിച്ചു പോകാൻ കഴിയോ? ഇല്ല. ഇത്ര കാര്യങ്ങളാണ് ഇതിന്റെ കണ്ടന്റ്, കീ പോയിന്റ്, ഇതിന്റെ കാതലായിട്ടുള്ള ഭാഗം. ഇതിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ പേപ്പറിലുണ്ടോ? ഈ പാഠത്തിന് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വന്നോട്ടെ, ഇത്ര കാര്യങ്ങൾ നിങ്ങളുടെ പേപ്പറിലുണ്ടോ? ഫുൾ മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇത് മാത്രം പഠിച്ചൂടെ? ഈ സാറെന്താ കുറെ പഠിപ്പിച്ചു തരാത്തത്? ഇയാൾ കുറച്ച് കാര്യങ്ങൾ, ആ പറയുന്ന കാര്യങ്ങളെ മനസ്സിൽ നിൽക്കുള്ളൂ, പരീക്ഷയ്ക്ക് അതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. കുറെ ഇരുത്തൊരു ബുക്ക് ഫുൾ ഇരുന്ന് പഠിക്കാൻ കഴിയോ? അതിന് നമുക്ക് നേരല്ല, ആർക്കും നേരല്ല. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ മിസ്സാക്കരുത്. ദീസ് ആർ കീവേഡ്സ്, നമ്മുടെ പ്രധാനപ്പെട്ട പദങ്ങളാ. പരീക്ഷ പേപ്പർ ചെക്ക് ചെയ്യുന്നവർ ഇതുണ്ടോന്നാ നോക്കുക. ഇത് നമ്മളെടുത്തുണ്ട്, നമ്മൾ ഇത് മാത്രം പഠിക്കും. നമ്മളാരെ വളവന്മാര്, നമ്മൾ ഇത് മാത്രം പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ഫുൾ മാർക്ക് കിട്ടൂലേ? സോ ഹിസ്റ്ററിയിലൊന്നും തോൽക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ കണ്ടന്റ് ക്ലിയർ ആവട്ടെ. നമ്മൾ എന്താ നോക്കിയത്? റിവോൾട്ട് ഓഫ് 1850s ആണ്. 1857 വിപ്ലവത്തെ കുറിച്ച് പറഞ്ഞു, അതിന്റെ കോസസ്, കാരണങ്ങളെ കുറിച്ച് പറഞ്ഞു, അതിന്റെ റിസൾട്ട്, അതിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു. റെസിസ്റ്റൻസ് ടു ബ്രിട്ടീഷ് റൂൾ, കമ്പനി ഭരണത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിനെ കുറിച്ചും പറഞ്ഞു.